ഹലോ എവറി വൺ, റീസ്റ്റാർട്ട് PSC വിത്ത് മീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന എക്സാമുകളായിട്ടുള്ള VFA, കമ്പനി ബോർഡ്, LGS, ബെവ്കോ, LD ഇവയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് അഫേഴ്സ് ഒന്നും പഠിച്ചു തുടങ്ങുകയാണ് എങ്കിൽ നമുക്കെപ്പോഴും PSC ബുള്ളറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യായിരിക്കും നല്ലത്. പഠിച്ചു തുടങ്ങിയവരായാലും PSC ബുള്ളറ്റിൻ പഠിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും PSC ബുള്ളറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുള്ള കാര്യം. നമ്മളിന്ന് ജൂൺ മാസത്തിലെ 2025 ജൂൺ മാസത്തിലെ PSC ബുള്ളറ്റിനാണ് പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ എല്ലാ പോയിൻറ്റ്സും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് ഇതിന് വേണ്ടിയിട്ടൊരു സമയം നമ്മൾ കളയണ്ട. ഇപ്പം തന്നെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇനി അത് റിവിഷൻ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ക്ലാസ് ആദ്യം തൊട്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു. അജയ് കുമാർ UPSCയുടെ ചെയർമാനായിട്ട് സ്ഥാനമേറ്റതാരാണ്? അജയ് കുമാർ. നമുക്കറിയാം UPSCയിലെ എക്സാംസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും എന്തായിരിക്കണം? അജയനായിരിക്കണം. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാളായിരിക്കണം അജയ്. അപ്പോൾ അജയ് കുമാർ നമുക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു. അടുത്ത പോയിന്റ്, OM ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് അവർ. അപ്പം നമുക്ക് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലിൽ നിന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സോൾവ് ചെയ്യാനായിട്ട് എന്തായിരിക്കണം? ഒരു ശാലീന സ്വഭാവത്തിലൂടെ ആയിരിക്കണം. അപ്പോൾ ശാലീന സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത, ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതയാണ് OM ശാലീന. അടുത്ത പോയിന്റ്, 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. അപ്പോൾ സൂര്യനാരായണൻ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ്. സൂര്യനാരായണൻ, ആ പേര് നോക്കിയ 2 പേരുകളുണ്ടല്ലേ, സൂര്യനാരായണൻ. 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. അടുത്ത പോയിന്റ്, ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ലോറൻസ് വോങ് ആണ്. നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സിംഗത്തിൻ്റെ അലർച്ച എന്ന് ഓർത്ത് വയ്ക്കാം. അലർച്ചയിൽ നിന്ന് നമുക്ക് ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത്, 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130-ാം സ്ഥാനം. ഐസ്ലാൻഡാണ് 1-ാം സ്ഥാനത്ത്. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 130-ാം സ്ഥാനം. 1-ാം സ്ഥാനത്ത് ഐസ്ലാൻഡാണ്. അടുത്തത്, ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാകും പ്രവർത്തിക്കുക. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാകും പ്രവർത്തിക്കുക. അടുത്തത്, ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151-ാം സ്ഥാനം. ഫിൻലാൻഡാണ് 1-ാം സ്ഥാനത്ത്. അപ്പം നേരത്തെ നമ്മൾ ഇതുപോലെ ഒന്ന് പഠിച്ചല്ലോ, മാനവ വികസന സൂചികയിൽ ഇന്ത്യയിൽ എത്രാം സ്ഥാനമാണ്? ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 130-ാം സ്ഥാനമാണ്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. നമ്മുടെ സ്വാതന്ത്ര്യം 1-ന്റെയും ഇടയിലാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 1-ന്റെയും ഇടയിലാണ് സ്വാതന്ത്ര്യം എന്ന് ആലോചിക്കുക. 1-ന്റെയും ഇടയിൽ 5 വരുന്നു, 151. ഫിൻലാൻഡാണ് 1-ാം സ്ഥാനത്ത്. അപ്പോൾ മാനവ വികസന സൂചികയിൽ 1-ാം സ്ഥാനത്ത് ആരായിരുന്നു?
ഐസ്ലാൻഡ് ആയിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം മാനവവികസന സൂചികയിൽ 130, ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 151. റൊമാനിയൻ പ്രസിഡന്റായി നിഗുസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. റൊമാനിയൻ പ്രസിഡന്റായി നിഗുസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. അരുണാബ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായി. UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായത് അരുണാബ ഘോഷ്. കൊട്ടാരക്കരയാണ് 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. മധ്യപ്രദേശിലെ ഇൻഡോർ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ. നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇൻ്റെ ഡോറിൽ ആരും യാചിക്കാൻ വരണ്ട, അങ്ങനെയുള്ള അതൊന്ന് ആലോചിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് മധ്യപ്രദേശിലെ ഇൻഡോർ. ഇൻ്റെ ഡോറിൽ യാചിക്കാനായിട്ട് ആരും വരണ്ട. പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു. മോഹൻലാൽ മുഖരാഗം നമുക്ക് ഓൾറെഡി കിട്ടും അല്ലേ. മോഹൻലാലിൻ്റെ മുഖരാഗം, മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഗം. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വുമൺ ഫോർ ട്രീ ഹരിത നഗരം. നഗരപ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വുമൺ ഫോർ ട്രീ ഹരിത നഗരം. അടുത്തത്, ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിൻ്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിന്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിൻ്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിന്. അപ്പം എന്താ, ഹാർട്ട് ബുക്ക് ചെയ്ത് വയ്ക്കണം, ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരാണ്? മുഷ്കിലായിട്ടുള്ള ഹാർട്ട് ബുക്ക് ചെയ്ത് വെക്കണം. ബാനു മുഷ്താഖിൻ്റെ ഹാർട്ട് ലാമ്പിന്. ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. 1,11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ ONV പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്, വൈഷ്ണവ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. മാധവിക്കുട്ടി പുരസ്കാരം 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. അപ്പോൾ കുട്ടികൾക്കാണ് നമ്മൾ ചന്ദ്രനൊക്കെ കാണിച്ചു കൊടുത്ത് ഫുഡൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. പ്രഭാവർമ്മ അല്ല, ONV പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. അടുത്തത് MB വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക്. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണ്ടകളാണ് ഓരോ വള്ളിയായിട്ട് വരിക എന്ന് ആലോചിച്ച് വയ്ക്കുക. ഗുണ്ടർട്ട്, വള്ളിക്കാവ് മോഹൻദാസിന്. ഗായകൻ ബിജു നാരായണ് കലാരത്ന പുരസ്കാരം. 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന്. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന്.
അടുത്തത് കുറച്ച് സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ സ്പോർട്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇറ്റലിയിൽ നമുക്ക് എന്ത് കിട്ടും? ടാലി ആവാതെ ലോസായി എന്ന് ആലോചിക്കുക കേട്ടോ. ആർക്കാണ്? കാർലോസ് അൽക്കാരസിന്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ലഭിച്ചത് ആർക്കാണ്? കാർലോസ് അൽക്കാരസിന്. ആരെയാണ് തോൽപ്പിച്ചത്? യാനിക് സിന്നറിനെ. ഇനി വനിതാ സിംഗിൾസ്. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ലഭിച്ചത് ജാസ്മിൻ പൗളീനിക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കൊക്കോ ഗാഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത്. പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. അടുത്തത് ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. അരുണാചൽ പ്രദേശായിരുന്നു സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി. സാഫ് അണ്ടർ 19 ഫുട്ബോൾ വേദി അരുണാചൽ പ്രദേശായിരുന്നു. കിരീടം കിട്ടിയത് ഇന്ത്യക്കാണ്. ബംഗ്ലാദേശിനെയാണ് കീഴടക്കിയത്. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രഗ്നാനന്ദ ചാമ്പ്യൻ. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അടുത്തത് ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ഷൂവിന് വേണ്ടിയിട്ടാണ് ഫൈറ്റിംഗ് എന്ന് ആലോചിക്കുക, കണക്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത് എവിടെയാണ്? ചൈനയിലെ ഹാങ്ഷു. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്. അടുത്തത് ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലായ ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലായ ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? എവറസ്റ്റ്. 31ാം തവണയും കീഴടക്കി നേപ്പാളി ഷേർപ്പ കാമി റീത്ത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയത് ആരാണ്? ഷേർപ്പ കാമി റീത്ത 31ാം തവണയും കീഴടക്കി. ഇനി 51ാം വയസ്സിൽ 19ാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷേർപ്പ വിഭാഗത്തിൽപ്പെടാത്ത ആൾ എന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻഡൻ കൂൾ. 51ാം വയസ്സിൽ 19ാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷേർപ്പ വിഭാഗത്തിൽപ്പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻഡൻ കൂൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയതാരാണ്? ഷേർപ്പ കാമി റീത്ത. ഇനി ഷേർപ്പ വിഭാഗത്തിൽപ്പെടാത്തതാണെങ്കിൽ കെൻഡൻ കൂൾ. ചോൻസിൻ ആഗ്മോയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത.
ചോൻസിൻ ആഗ്മോയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത. ഇപ്പം അടുത്തത് കുറച്ച് മരണങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ അന്തരിച്ചു. അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ അന്തരിച്ചു. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ജയന്ത് വിഷ്ണു നാർലിക്കർ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? ആൻസർ എന്താണ്? പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ. രാജ്യത്തെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ MR ശ്രീനിവാസൻ അന്തരിച്ചു. ആധുനിക യുറുഗ്വേയുടെ ശില്പി എന്നറിയപ്പെടുന്ന മുൻ പ്രസിഡന്റ് ഹോസെ മൂഹിക അന്തരിച്ചു. ആദ്യ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗമായിരുന്ന A നജിമുദ്ദീൻ അന്തരിച്ചു. അപ്പോൾ ജൂൺ മാസത്തിലെ പാർട്ട് 1 കഴിഞ്ഞു. ഇനി നമുക്ക് പാർട്ട് 2 നോക്കാം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ 6-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം ഏതാ? ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം. അത് ജൂൺ 6-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കരോൾ നവ്റോസ്കി പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ CR പ്രസാദിനെ ഗവർണർ നിയമിച്ചു. മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ CR പ്രസാദിനെ ഗവർണർ നിയമിച്ചു. മഞ്ഞുമല വീണ് നാമാവശേഷമായി ബ്ലാറ്റൻ എന്ന സ്വിസ് ഗ്രാമം. മഞ്ഞുമല വീണ് നാമാവശേഷമായി ബ്ലാറ്റൻ എന്ന സ്വിസ് ഗ്രാമം. അപ്പോൾ മഞ്ഞുമല വീണ് ഫ്ലാറ്റായിന്ന് അങ്ങനെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. ഫ്ലാറ്റ് ബ്ലാറ്റൻ, മഞ്ഞുമല വീണ് ബ്ലാറ്റൻ. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീന ബാർബൊക്കിനെ തിരഞ്ഞെടുത്തു. പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീന ബാർബൊക്കിനെ തെരഞ്ഞെടുത്തു. കാശ്മീരിലെ സംഗൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലെ സംഗൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലമായ അഞ്ചിഗാദ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം അഞ്ചിഗാദ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അടുത്തത് നവരത്ന കമ്പനികളിൽ ഒന്നായി മാറാനൊരുങ്ങി കൊച്ചി കപ്പൽശാല. നവരത്ന കമ്പനികളിൽ ഒന്നായി മാറാനൊരുങ്ങി കൊച്ചി കപ്പൽശാല. 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംദോർ നേടി ജാഫർ പനാഹി, ഇറാൻ. 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംദോർ നേടി ജാഫർ പനാഹി. ഉള്ളൂർ S പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായിണിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന്. വെള്ളായിണി, മഞ്ജു വെള്ളായിണി. ജലജമന്തികൾ, നമുക്ക് ഇവിടുന്ന് വെള്ളം ജലം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. മഞ്ജു വെള്ളായിണിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിനാണ്. ജലത്തിൻ്റെ ഉള്ളിലാണ് ജമന്തികൾ എന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. മഞ്ജു വെള്ളായിണിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന് ഉള്ളൂർ S പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം ലഭിച്ചു. സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരന്. സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരന്.
അടുത്തത് സ്പോർട്സ് ആണ്. 18ാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയത്. 18ാം IPLന്റെ കിരീടം ലഭിച്ചതാർക്കാണ്? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. തോൽപ്പിച്ചത് പഞ്ചാബ് കിങ്സിനെയാണ്. അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കൊക്കോ ഗാഫിന്. ഫൈനലിൽ ബെലാറസിന്റെ ആര്യാന സബലങ്കയെയാണ് കീഴടക്കിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് അമേരിക്കയുടെ കൊക്കോ ഗാഫിന്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി. പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകളെന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽസനയും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എയും INS തരിണി എന്ന പായ്വഞ്ചിയിലായിരുന്നു യാത്ര. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകളെന്ന ബഹുമതി സ്വന്തമാക്കിയതാരൊക്കെയാണ്? കെ ദിൽസനയും രൂപ എയും. പായ്വഞ്ചിയുടെ പേര് INS തരിണി. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ഗ്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ഗ്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിനെ നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിന് മുന്നിൽ സർ പദവിക്ക് അർഹനാകും. ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിന് മുന്നിൽ സർ പദവിക്ക് അർഹനാകും. നോർവേ ചെസ്സിൽ ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസന് കിരീടം. നോർവേ ചെസ്സിൽ ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസന് കിരീടം. അടുത്തത് തായ്ലാൻഡ് ഒപാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ എത്യോപ്യയുടെ ഹാസെ ദെറജയെ മറികടന്നാണ് ഒപ്പാൽ 72ാം ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 72ാം ലോകസുന്ദരി തായ്ലാൻഡിൻ്റെ ഒപ്പാൽ സുജാത. ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഏത്? MSC ഐറീന. അത് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിൽ നടന്നു. ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിൽ നടന്നു. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച് ചൈന. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചത് ചൈന. മുൻ കേന്ദ്രമന്ത്രി സുഖ്ദേവ് സിംഗ് ദിൻഡെ അന്തരിച്ചു. അന്തരിച്ചു. പ്രമുഖ കെനിയൻ എഴുത്തുകാരി ഗൂഗി വ തിയോങ്ക അന്തരിച്ചു. ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീകി താപ്പർ അന്തരിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈഗർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വാൽമീകി താപ്പർ അന്തരിച്ചു. ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു.
ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു. കമ്പ്യൂട്ടറുകളെ ജനങ്ങളോടടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു. ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഫ്രെഡറിക് ഫോർസിത്ത് അന്തരിച്ചു. കമ്പ്യൂട്ടറുകളെ ജനങ്ങളോടടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു. ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഫ്രെഡറിക് ഫോർസിത്ത് അന്തരിച്ചു. ഇത്രയാണ് ജൂൺ മാസത്തിലെ കറണ്ട് അഫേഴ്സ്.